Asylum Learning ശ്വേതാമസാണ്. അപ്പോൾ നമ്മൾ 3ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പഠിച്ചാലോ അല്ലേ? നമ്മളിപ്പോൾ ഗുണനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടേബിളൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. മീനുവിൻ്റെ സ്കൂളിലേക്ക് 8 പേപ്പർ കട്ടർ വേണം, ഒന്നിന് 7 രൂപയാണ് വില, ആകെ എത്ര രൂപയാകും എന്നുള്ളതാണല്ലേ നമ്മുടെ ആദ്യത്തെ ചോദ്യം. പിന്നെ മീനു സ്കൂൾ നീഡ്സ് 8 പേപ്പർ കട്ടേഴ്സ്, ദ പ്രൈസ് ഓഫ് 1 is 7 rupees, ഹൗ മച്ച് മണി ഇസ് നീഡഡ് എന്നാണ് ചോദിച്ചത് അല്ലേ. ഒന്നിന് എത്ര രൂപയാണ്? 1 പേപ്പർ കട്ടറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7 rupees ആണ്, 7 രൂപയാണ്. അങ്ങനെയെങ്കിൽ 8 എണ്ണത്തിൻ്റെ എത്രയായിരിക്കും? 8 പേപ്പർ കട്ടേഴ്സ് അല്ലേ. 8 പേപ്പർ കട്ടേഴ്സിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ഗുണം 8 നമ്മൾ ചെയ്യണം അല്ലേ. 7 into 8 നമ്മൾ ചെയ്യണം. സോ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? അത് നമ്മൾ എഴുതി വെക്കാം. 56 rupees, 56 രൂപയാണ് നമുക്ക് കിട്ടുക അല്ലേ. അതുപോലെ അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു കേക്കിനെ 8 കഷ്ണമാക്കി മുറിക്കാം. എ കേക്ക് ക്യാൻ ബി കട്ട് ഇൻ ടു 8 പീസസ്. അതാ നിങ്ങൾ കണ്ടോ, ഇവിടെ ഇതിനെ എന്താക്കി 8 കഷ്ണങ്ങളാക്കിയിട്ട് ഒരു വലിയ കേക്കിനെ മുറിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8. അതിൽ 5 കേക്ക് വാങ്ങി കഷ്ണങ്ങളാക്കി. അതുപോലെ എന്ത് ചെയ്തു? 5 കേക്കുകളും കൂടെ കൂടി എത്ര കഷ്ണങ്ങളാക്കി? നിങ്ങൾ നോക്കിക്കേ, ഒരു കേക്കിനെ 8 കഷ്ണങ്ങളാണ് ആക്കിയത് അല്ലേ. 8 പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 5 കേക്ക്സിനെ എത്ര പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യും? അതെ, 5 into 8 അഥവാ 8 into 5. 5 into 8 എന്ന് നമ്മൾ എഴുതും. 5 into 8 എന്ന് പറയുന്നത് 40. അപ്പോൾ ആകെ എത്ര പീസസ് ആണ്? 40 പീസസ് ആണ് ആകെ ഉണ്ടാവുക എന്ന് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.